ഹജ്ജിനെത്തുന്ന തീർത്ഥാടകരുടെ ജീവിതത്തിന്റെ താളമായി ഇക്കുറിയും KMCCയുടെ കഞ്ഞി. ഹജ്ജിലുടനീളം കഞ്ഞി വിളമ്പി ഹാജിമാരെ KMCC ഊട്ടി. എല്ലാ വർഷത്തെയും പോലെ ഇക്കുറിയും KMCCയുടെ കഞ്ഞി ഉണ്ടായിരുന്നു ഹജ്ജിലുടനീളം. 10,000-കണക്കിന് പേർക്ക് ദിവസവും KMCC കഞ്ഞി വെച്ച് വിളമ്പി. ലോകത്തുടനീളമുള്ള ഹാജിമാരുടെ പ്രാർത്ഥനകളിൽ KMCC വോളണ്ടിയർമാരെ ഓർത്തു. ഹജ്ജിനെത്തുന്ന പ്രായം ചെന്നവർക്ക് പലപ്പോഴും ഇവിടെ ലഭിക്കുന്ന ഭക്ഷണം പിടിക്കാറില്ല. കഞ്ഞിയും ചമ്മന്തിയും അച്ചാറുമാണ് അവരുടെ ഇഷ്ടവിഭവം. ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകളായ മിനായിലേക്കും അറഫയിലേക്കും മുസ്ദലിഫയിലേക്കും നീങ്ങിയാൽ താമസ സ്ഥലത്ത് നിന്ന് ലഭിച്ചിരുന്ന ഭക്ഷണവും കിട്ടാതാകും. സർക്കാർ നൽകുന്ന ഭക്ഷണം മാത്രമായിരിക്കും പിന്നീടുണ്ടാവുക. ഈ സമയത്ത് ലഭിക്കുന്ന ഒരു പാത്രം കഞ്ഞി ജീവൻ കിട്ടുന്നതിന് തുല്യമാണ് ഹാജിമാർക്ക്. കഞ്ഞിക്ക് വേണ്ടി വരി നിൽക്കുന്ന ഓരോ ഹാജിയുടെ ചുണ്ടിലും കഞ്ഞി ഒരുക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മിനയുടെ ഒന്നാമത്തെ ദിവസം മുതൽ മിനയിൽ KMCCയുടെ വളണ്ടിയർമാർ സേവന പ്രവർത്തനങ്ങളിൽ സജ്ജമാണ്. മിനയിലെ എല്ലാ ടെൻറ്റുകളിലും മലയാളികൾ താമസിക്കുന്ന മുഴുവൻ ടെൻറ്റുകളിലും 24 മണിക്കൂറും സേവന പ്രവർത്തനം ചെയ്ത് എല്ലാ മലയാളി ഹാജിമാർക്കും കഞ്ഞി എന്ന പാനീയം എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് KMCCക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാഹ്, എല്ലാ ഹാജിമാരും ഹാപ്പിയാണ്. അവർക്ക് ഈ ചൂട് കാലത്ത് കഞ്ഞിയാണ് ഏറ്റവും ഉചിതമായി തോന്നിയത്. നീണ്ട ക്യൂ തന്നെ കഞ്ഞി വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളതിൽ അഭിമാനം കൊള്ളുന്നു. മലയാളി ഹാജിമാർ താമസിക്കുന്ന ടെന്റുകളിലെത്തിയാണ് കഞ്ഞി വയ്ക്കുക. മുത്തവിഫുമാരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അവരുടെ സമ്മതത്തോടെ ഉണ്ടാക്കുന്ന കഞ്ഞിയാണ് ഹാജിമാർക്ക് വിതരണം ചെയ്യുന്നത്. മലയാളികൾക്കും ഇന്ത്യക്കാർക്കും പുറമെ മറ്റു രാജ്യക്കാരും കഞ്ഞിക്കായി എത്താറുണ്ട്. കേരളത്തിന്റെ തനത് ഭക്ഷണം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലെ ആയിരക്കണക്കിന് തീർത്ഥാടകരുടെ വിശപ്പകറ്റി. 100 കണക്കിന് കിലോ അരി ഉപയോഗിച്ചാണ് ഈ വർഷവും കഞ്ഞി വെച്ചത്. അവശരായിരിക്കുന്നവരുടെ ജീവജലമാണ് ഒരു പാത്രം കഞ്ഞി. ജീവിതത്തിൽ ഹാജി ഒരിക്കലും മറക്കാത്ത ഒരു പാത്രം കഞ്ഞി. ഇതുമാത്രം മതി KMCCയുടെ ഹജ്ജ് സേവനം സാഫല്യത്തിലെത്താൻ.